നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 75.27% വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 1,70,000-ലധികം പേർ ഈ ഉപതെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിരിക്കുന്നു. 2,000-ലധികം വോട്ടുകൾക്ക് എം സ്വരാജ് ജയിക്കുമെന്ന് CPM വിലയിരുത്തുമ്പോൾ ഭൂരിപക്ഷം 10,000 കടക്കുമെന്നാണ് UDF കേന്ദ്രങ്ങളിലെ വിലയിരുത്തലുകൾ. അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മൂത്തേടം, പോത്തുകല്ല്, വഴിക്കടവ് എന്നീ പഞ്ചായത്തുകളും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. UDFൻ്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തും LDFൻ്റെ സ്ഥാനാർത്ഥിയായി PV അൻവറും ഏറ്റുമുട്ടിയ 2016 തിരഞ്ഞെടുപ്പിൽ LDF അമരമ്പലം പഞ്ചായത്തിൽ നേടിയത് 2,701 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. 2021 അൻവർ LDFനു വേണ്ടി 1,492 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അമരമ്പലം പഞ്ചായത്തിൽ നേടിയത്. LDFൻ്റെ ഒരു കോട്ടയായി ഈ മണ്ഡലത്തിൽ കണക്കാക്കപ്പെടുന്ന പഞ്ചായത്താണ് അമരമ്പലം പഞ്ചായത്ത്. ചുങ്കത്തറ പഞ്ചായത്ത് പരിശോധിക്കുമ്പോൾ 2016 LDF 34 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയപ്പോൾ 2021 314 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി UDF പഞ്ചായത്തിൽ മേൽക്കോയ്മ നേടി. എടക്കര പഞ്ചായത്തിൽ 2016 LDF 1,291 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയപ്പോൾ 2021 LDFൻ്റെ ഭൂരിപക്ഷം കേവലം 12 വോട്ടായി കുറയ്ക്കുവാൻ UDFന് കഴിഞ്ഞു. LDFൻ്റെ ശക്തി കേന്ദ്രമായി കരുതപ്പെടുന്ന കരുളായി പഞ്ചായത്തിൽ 2016 LDF 1,470 വോട്ടിൻ്റെയും 2021 1,446 വോട്ടിൻ്റെയും ഭൂരിപക്ഷം നേടി. UDFൻ്റെ ശക്തി കേന്ദ്രമായ മൂത്തേടം പഞ്ചായത്തിൽ 2016 218 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയപ്പോൾ 2021 2,331 വോട്ടിൻ്റെ വമ്പൻ ഭൂരിപക്ഷമാണ് UDF സ്ഥാനാർത്ഥി BV പ്രകാശ് നേടിയത്. പോത്തുകൽ പഞ്ചായത്തിൽ 2016 940 വോട്ടിൻ്റെയും 2021 806 വോട്ടിൻ്റെയും ഭൂരിപക്ഷം LDFന് ലഭിച്ചു. നിലവിൽ UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിൽ 2016 2,162 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDF നേടിയപ്പോൾ 2021 അത് വെറും 35 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമായി കുറയ്ക്കാൻ UDFന് കഴിഞ്ഞു. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ 2016 2,770 വോട്ടിൻ്റെ ലീഡ് LDF നേടിയപ്പോൾ 2021 അത് 1,637 മാറി. ചുരുക്കത്തിൽ 2016 2021 വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ മൂത്തേടം പഞ്ചായത്തിൽ UDFും അമരമ്പലം, കരുളായി, പോത്തുകല്ല്, നിലമ്പൂർ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ LDFും ലീഡ് നേടിയപ്പോൾ ചുങ്കത്തറ, എടക്കര, വഴിക്കടവ് പഞ്ചായത്തുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. 2025 ഓരോ പഞ്ചായത്തിലെയും പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ LDFൻ്റെ ശക്തി കേന്ദ്രമായ അമരമ്പലത്ത് 77.25%, എടക്കര പഞ്ചായത്തിൽ 73.96%, കരുളായി പഞ്ചായത്തിൽ 76.91%, വഴിക്കടവിൽ 73.67%, മൂത്തേടം പഞ്ചായത്തിൽ 74.99%, ചുങ്കത്തറ പഞ്ചായത്തിൽ 75.39%, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ 74.66% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. UDFന് മണ്ഡലത്തിലുള്ള
അടിസ്ഥാന വോട്ടുകളുടെ എണ്ണത്തിലും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച UDF സംവിധാനത്തിലുമാണ് വിജയപ്രതീക്ഷകൾ. ഭരണവിരുദ്ധ വികാരവും വന്യജീവി പ്രശ്നങ്ങളും വോട്ടാകുമെന്ന് UDF കണക്കുകൂട്ടുന്നു. മുസ്ലിം ലീഗിൻ്റെ മികച്ച പ്രവർത്തനം ന്യൂനപക്ഷ വിഭാഗത്തിലും ആര്യാടൻ കുടുംബത്തിൻ്റെ മതേതര നിലപാടുകൾ ഹിന്ദു വിഭാഗത്തിലും സ്വാധീനം ചെലുത്തുമെന്നും UDF കരുതുന്നു. PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം LDF വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കുമെന്ന് UDF വോട്ടിൽ വിള്ളൽ ഉണ്ടാക്കുമെന്ന് LDFും കരുതുന്നു. സ്ഥാനാർത്ഥി എന്ന നിലയിൽ M സ്വരാജിൻ്റെ സ്വീകാര്യത LDFിൻ്റെ വിജയപ്രതീക്ഷയിൽ പ്രധാന ഘടകമാണ്. മലയാളത്തിലെ ഒരു മുൻനിര ചാനലുകൾ പോലും ഇതുവരെയും എക്സിറ്റ് പോളുകളുമായി രംഗത്തെത്തിയിട്ടില്ല. മറുനാടൻ മലയാളി ഉൾപ്പെടെയുള്ള ചില ഓൺലൈൻ ന്യൂസ് പോർട്ടലുകൾ ആര്യാടൻ ഷൗക്കത്തിന് വിജയം പ്രവചിക്കുന്നു. ഇനി ഒരു ദിവസത്തെ മാത്രം കാത്തിരിപ്പാണ്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതിൽ രണ്ട് പക്ഷമില്ല. നിലമ്പൂരിൻ്റെ പുതിയ MLAയെ അറിയുവാൻ ജൂൺ 23 വരെ നമുക്ക് കാത്തിരിക്കാം. നന്ദി.